കൃത്യം ആധികാരികമായും വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ കൃത്യമായ ഒരു ആരോപണമല്ല ഒരു വിമർശനം വയ്ക്കുകയാണ്. ഇത് കേരളത്തിലെ സാറ്റലൈറ്റ് ചാനലുകളെ കുറിച്ചുള്ളതാണ്. ഞങ്ങൾ കൃത്യമായി ഈ വിശകലനം നിങ്ങൾ ദയവായി ചെയ്യണം. ശ്രീകണ്ഠൻ നായരോടും അതുപോലെ തന്നെ അതിനകത്തുള്ള വിജയകുമാറിനോടും 24 വിജയകുമാറിനോടും ഹാഷ്മി പിന്നെ താജുദ്ദീനോടായാലും അതുപോലെ ഇപ്പുറത്ത് അരുൺകുമാറിനോടായാലും സുജാ പാർവതിയോടായാലും പിന്നെ അഗസ്റ്റിൻ നമ്മുടെ മരമുറി സഹോദരന്മാരോടായാലും അതുപോലെ തന്നെ സ്മൃതി പരുത്തിക്കോടനോടായാലും തുടങ്ങി ഷാനി പ്രഭാനോടായാലും പിന്നെ അബ്ജോദിനായാലും സുരേഷിനോടായാലും ബിനുവിനോടായാലും ആരോടായാലും ഏത് ചാനലുകാരോടും നിങ്ങളോട് പറയാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഒരു കോമഡി ഷോ ആക്കുകയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പറയുന്നത്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് പറയുന്നത് ഇങ്ങനെ ആയിരുന്നില്ല. നിങ്ങളുടെ പഴയ ആർക്കൈവ് എടുത്ത് നോക്കണം. നിങ്ങളുടെ തന്നെ ചാനലിൻ്റെ ആർക്കൈവ് എടുത്ത് നോക്കണം. രാവിലെ 8 മണിക്കാണ് ഇലക്ഷൻ്റെ പോളിംഗ് വോട്ട് വരികയാണ്, മറ്റേ പോസ്റ്റൽ വോട്ട് വരുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ എഴുതി ട്രെൻഡ് പറയും. അപ്പോൾ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ രാഷ്ട്രീയ പാർട്ടികളിലെ വ്യത്യസ്തരായ രാഷ്ട്രീയ വിശകലനം നടത്തുന്നവർ, ഇപ്പോൾ ലിജുവിനെ പോലുള്ളവർ കോൺഗ്രസിൽ നിന്ന്, CP ജോണിനെ പോലുള്ളവർ ഐക്യമുന്നണിയിൽ നിന്ന്, ഇപ്പുറത്ത് നിന്ന് MA ബേബി, ഇപ്പോൾ വരാറില്ല ജനറൽ സെക്രട്ടറിയാണ് എങ്കിലും MA ബേബിയെ പോലുള്ളവർ, അതുപോലെ തന്നെ വളരെ കൃത്യമായി രാഷ്ട്രീയ വിശകലനം നടത്തുന്നവർ, ഗോപകുമാർ സാറിനെ പോലുള്ളവർ, BA പ്രകാശിനെ പോലെയുള്ളവർ, ഡോക്ടർ മേരി ജോർജിനെ പോലെയുള്ളവർ, അങ്ങനെ വളരെ കൃത്യമായി രാഷ്ട്രീയ വിശകലനം നടത്താൻ കഴിയുന്ന രാഷ്ട്രീയ വിദഗ്ധരെയും സാമ്പത്തിക വിദഗ്ധരെയും അതുപോലെ പ്രധാനപ്പെട്ട പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളെയും പാനലായി ഇരുത്തി വളരെ ഗൗരവമായ പൊളിറ്റിക്കൽ ചർച്ച നടത്തുമായിരുന്നു. എത്ര മനോഹരമായിരുന്നു അത് കാണാനായിട്ട്. സണ്ണിക്കുട്ടി എബ്രാഹിമിനെ പോലെയുള്ള ആളുകൾ, തോമസ് ജേക്കബിനെ പോലുള്ള ആളുകൾ വളരെ മനോഹരമായ സീനിയർ പത്രപ്രവർത്തകരെയും സീനിയർ ജേർണലിസ്റ്റുകളെയൊക്കെ ഇരുത്തി മനോഹരമായ ചർച്ചകൾ നടക്കുമായിരുന്നു. ആ ചർച്ചയ്ക്കിടയിലാണെങ്കിൽ റിസൾട്ട് കാണിക്കും, എഴുതി കാണിക്കും, സ്ക്രോൾ ചെയ്യും, എല്ലാം ചെയ്യുമായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസം ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കേരള സമൂഹത്തെ വഞ്ചിക്കുകയും ചതിക്കുകയുമാണ് ചെയ്തത്. ന്യൂസ് 18 ചാനൽ ഒഴിച്ച്. ഞാൻ എല്ലാ ചാനലുകളും ന്യൂസ് 18 ചാനലുകളും എല്ലാ ചാനലുകളും നമുക്ക് സുഹൃത്തുക്കളാണ്. ഞാൻ മിക്കവാറും എല്ലാ ചാനലുകളിലും പോകുന്ന ആളാണ്. പക്ഷേ സത്യമായി പറയാതിരുന്നാൽ അത് കാലത്തിനോടും സമൂഹത്തോടും ചെയ്യുന്ന വലിയൊരു തെറ്റായി പോകുമെന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് ക്രിയാത്മകമായ വിമർശനമായി എടുക്കണം, സംവാദമായി എടുക്കണം ചാനലുകൾ. ന്യൂസ് 18 ചാനൽ ഒഴിച്ച് എല്ലാ ചാനലുകളിലും കള്ളത്തരങ്ങൾ, പൊട്ടത്തരങ്ങൾ ഒരുപാട് പറഞ്ഞു. 91 NDAക്ക് 91 കിട്ടിയപ്പോൾ അപ്പോൾ തന്നെ തേജസ്വി യാദവിൻ്റെ മഹാഗണബന്ധൻ സഖ്യത്തിനും 91 കിട്ടി. അങ്ങനെ ഒരു കണക്കില്ലായിരുന്നു. ആദ്യത്തെ തുടക്ക സമയത്ത്, വളരെ തുടങ്ങുന്ന സമയത്ത്, പോസ്റ്റൽ വോട്ട് കഴിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഏകദേശം മഹാഗണബന്ധനും അതുപോലെ തന്നെ NDA സഖ്യവും നിതീഷ് കുമാർ സഖ്യവും കുറച്ച് സമയം ഒപ്പത്തിനൊപ്പം വന്നതല്ലാതെ പിന്നെ ഒരു ഘട്ടത്തിലും ഒപ്പത്തിനൊപ്പം വന്നിട്ടില്ല. നിങ്ങൾ റിപ്പോർട്ടർ ചാനലിലൊക്കെ അലറി വിളിക്കുന്ന കണ്ടു, 91 കമോൺ, 108. ഇത് ഏത് ചാനലിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ വിവരം കിട്ടിയത്? ഏത് ദേശീയ ചാനലാണ് നിങ്ങൾക്ക് ഈ വിവരം തന്നത്? ഏത് ഇലക്ഷൻ കമ്മീഷനാണ് നിങ്ങൾക്ക് ഈ വിവരം തന്നത്? എല്ലാം പൊട്ടക്കണക്കുകളായിരുന്നു, പൊട്ടത്തരങ്ങളായിരുന്നു, കള്ളത്തരങ്ങളായിരുന്നു. എന്തിനാണ് അങ്ങനെ ജനങ്ങളെ സൂചിമുനയിൽ നിർത്തും പോലെ, പൂരപ്പറമ്പിൽ കിടന്ന് ലേലം വിളിക്കും പോലെ, ചന്തയിൽ കാളയ്ക്കും പശുവിനും ആടിനെയും ലേലം വിളിക്കുന്ന പോലെ ഓരോ ചാനലിലും 2 3 ആങ്കർമാർ വരികയും റിപ്പോർട്ടർമാർ വരികയും നിങ്ങൾ 3 പേരും 3 പാർട്ടിക്ക് വേണ്ടി നിൽക്കുകയും ഒരുതരം തരം താണ രാഷ്ട്രീയ പേക്കൂത്തുകൾ, ഒരുതരം കോമാളിത്തരങ്ങളാണ് ഇലക്ഷൻ വിശകലനത്തിലൂടെ നിങ്ങൾ ചെയ്തത്. ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഒരു അധമ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകും. കേരള സമൂഹത്തിൻ്റെ ഉയർന്ന രാഷ്ട്രീയം ചിന്തിക്കുന്ന സാധാരണ ജനങ്ങളിലേക്ക് രാഷ്ട്രീയം ചിന്തിപ്പിക്കേണ്ടുന്ന, രാഷ്ട്രീയമായി കാര്യങ്ങളെ കാണേണ്ടുന്ന ഒരു സമൂഹത്തെ രാഷ്ട്രീയ വിശകലനം നടത്തേണ്ടതിൻ്റെ കാര്യകാരണ സഹിതം ഡേറ്റ വെച്ചുകൊണ്ടൊരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടന്നാൽ അത് ഈ രാജ്യത്തെ എങ്ങനെ ബാധിച്ചു, സംസ്ഥാനത്തെ എങ്ങനെ ബാധിച്ചു എന്നും നമ്മുടെ സംസ്ഥാനത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ള വളരെ കൃത്യമായ അനാലിസിസുകൾ നടത്തുന്നതിന് പകരം വളരെ കോമാളിത്തരമുള്ള പരിപാടികൾ നടത്തി പരസ്പരം ലേലം വിളിക്കുകയും ചായ കുടിക്കുന്നു, കപ്പെടുക്കുന്നു, അങ്ങോട്ട് ചൂണ്ടുന്നു, ഇങ്ങോട്ട് ചൂണ്ടുന്നു, ഒരാൾ ചൂണ്ടുമ്പോൾ മറ്റേ ആൾ ചൂണ്ടുന്നു, നോക്കടാ പിടിയടാ വാടാ പോടാ വിളിക്കുന്നു, കണ്ണാടി, പിന്നെ അതുപോലെ 3 പേര് കണ്ണാടി വെച്ചിരുന്നു. എന്തൊരു കോമാളിത്തരമാണ് ശ്രീകണ്ഠൻ നായർ സാറേ നിങ്ങളൊക്കെ കാണിക്കുന്നത്. നിങ്ങൾ ആവശ്യമില്ലാത്ത 3 പേരും കണ്ണാടി വയ്ക്കുന്നു, കയ്യിൽ ഉറയിടുന്നു, കാലിൽ ഉറയിടുന്നു. നിങ്ങൾ കോമാളികളല്ല. നിങ്ങൾ കോമാളിത്തരം കാണിക്കരുത് ചാനലുകാരോട് പറയാനുള്ളത്. നിങ്ങൾ ആങ്കർമാരോട് റിപ്പോർട്ടർമാരോട് പറയാനുള്ളത് വളരെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയൊരു സംസ്കാരമല്ലേ കൃത്യമായി ഒരു ചർച്ച ചെയ്യുന്ന രീതി. പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ, സാമ്പത്തിക വിദഗ്ധർ, സാമൂഹ്യ നിരീക്ഷകർ, രാഷ്ട്രീയ നിരീക്ഷകർ അവരെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി ആ ഇലക്ഷൻ ടൈമിന് തന്നെ ട്രെൻഡ് എന്തായിരിക്കും, ഇനി ആരായിരിക്കും വരാൻ സാധ്യത, അങ്ങനെ വന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ്, പഴയകാല ചരിത്രം എന്താണ്, അങ്ങനെ നല്ല ഒരു അനാലിസിസ് നടത്തി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരികമായിട്ടുള്ള വലിയൊരു
പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തി കൊടുക്കുമായിരുന്നു. എന്ത് മനോഹരമായിരുന്നു ആ വാർത്ത കാണാൻ. അവിടെ നിന്ന് മാറി ഏതു ചാനൽ വെച്ചാലും നിങ്ങൾ പരസ്പരം പോരടിക്കുന്ന നിങ്ങൾ തന്നെ ആളുകൾ, ഒരാൾ BJP ആവും, ഒരാൾ കോൺഗ്രസ് ആവും, ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആവും. അടുത്ത കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത ആൾ വീണ്ടും കോൺഗ്രസ് ആയി, കമ്മ്യൂണിസ്റ്റ്. അതിപ്പോൾ ചെറിയ വ്യത്യാസമുള്ള റിപ്പോർട്ടറിൽ മാത്രമാണ്. ഇപ്പോൾ സുജയ പാർവതി സ്ഥിരമായിട്ട് BJPക്കും, അരുൺ സ്ഥിരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും, സുജയ പാർവതി സ്ഥിരമായിട്ട് കോൺഗ്രസിനും, പിന്നെ നമ്മൾ അഗസ്റ്റിൻ വന്നിട്ട് ഏതിൽ വേണോ നിൽക്കുക എന്നുള്ള നിലയിൽ. കാരണം അങ്ങനെ നിന്നാലേ അങ്ങേർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കേരളവും വേണമെന്നുള്ളതുകൊണ്ട് അങ്ങനെ ഏതിൽ വേണോ നിൽക്കുക എന്നുള്ള നിലയിൽ. എങ്കിലും ഒരു ഇടതുപക്ഷമാണ് അങ്ങേര്. കേരളത്തിൻ്റെ മരമുറി എന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു ഇടതുപക്ഷമാണ്. ആ ലൈനിൽ സംസാരിക്കുന്നത് അല്ലാതെ നിങ്ങൾ വളരെ കൃത്യമായ രാഷ്ട്രീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ വിശകലനം ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു കാര്യമാണ്. അത് ചർച്ച ചെയ്തുകൊണ്ടല്ലാതെ നമുക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാൻ, ജനങ്ങളെ കൊണ്ടുപോകാൻ കഴിയില്ല. കേരളത്തിലെ ആ ജനങ്ങളെ രാഷ്ട്രീയമായും ജനാധിപത്യപരമായും ചിന്തിപ്പിക്കാനും കഴിയില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമാണ്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഈ കണക്കുകളുടെ കാര്യത്തിൽ ഒരു ചാനൽ ഒഴിച്ച്, ന്യൂസ് 18 എന്ന് പറഞ്ഞ ഒരു ചാനൽ ഒഴിച്ച് നിങ്ങളെല്ലാ ചാനലുകളും കാണിച്ചത് കള്ളക്കണക്കുകളാണ്, അത് പെരുപ്പിച്ച കണക്കുകളാണ്. അത് പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ട്രെൻഡ് കിട്ടിയത്? ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കാണോ? അതുകൊണ്ട് എനിക്കിനി പറയാനുള്ളത്, നിങ്ങൾ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിന്, ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു, അല്ലെങ്കിൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു, ഇനി രാജ്യത്ത് ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ വരും. നിങ്ങൾ വിശകലനം നടത്തുമ്പോൾ ദയവായി അതിൻ്റെ സോഴ്സ് കൂടി നിങ്ങൾ പറയണം. എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ്? ഏതെങ്കിലും നാഷണൽ ലെവലിലുള്ള ബീഹാറിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പൊട്ട ചാനലുകളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാധാരണ ചാനലുകൾ വരുന്ന വാർത്തയെടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകൾ അവിടെ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ പറയുന്ന കള്ള വാർത്തകളെടുത്ത് നിങ്ങൾ അടിച്ചാൽ സത്യവും നിങ്ങളുമായി ഒരുപാട് വ്യത്യാസമുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു കോമാളിത്തര പരിപാടിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ചാനൽ വയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ കണക്കറിയുകയും വേണം നമുക്ക്. എന്നാൽ ഈ കോമാളിത്തരം കാണാൻ പൊതുജനങ്ങൾക്ക് താല്പര്യവുമില്ല. അത് ഞാൻ വളരെ കൃത്യമായി, നമ്മളോട് ഒരുപാട് ആളുകൾ ഇത് വിളിച്ചു പറഞ്ഞത് കൂടി കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ദയവായി ഇലക്ഷൻ വിശകലനം ഒരു കോമാളി പരിപാടിയാക്കരുത്. അത് സീരിയസ് ആയ ഒരു പരിപാടിയാണ്. നിങ്ങൾ കൊടുക്കുന്ന കണക്കുകൾ കള്ളക്കണക്കുകൾ കൊടുക്കരുത്. പെരുപ്പിച്ച കണക്കുകൾ കൊടുത്ത് ഈ ആളുകളുടെ BP-യും ഷുഗറും കൂട്ടുന്ന നിലയിൽ അവരും വന്നു ഇവരും വന്നു, ഇതാ ഇഞ്ചോടിഞ്ച് പോരാടിച്ച് കട്ടയ്ക്ക് പിടിച്ച്, നിങ്ങളുടെ വാക്കുകളൊക്കെയാണ്, ഇഞ്ചോടിഞ്ച് പോരാടുന്നു, കട്ടയ്ക്ക് പിടിക്കുന്നു, ഇതാ മറികടന്നിരിക്കുന്നു. അല്ല, ബൈക്ക് റേസ് പോലെയാണ്, അല്ലെങ്കിൽ ജീപ്പിൻ്റെ റേസ് പോലെയാണ്, ഹിമാലയത്തിലെ ജീപ്പ് റേസ് പോലെയാണ്. ഇതാ കടന്നിരിക്കുന്നു, ഉടൻ തന്നെ അടുത്ത ആൾ പറയുന്നു കടന്നെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ അത് അടുത്ത വണ്ടി കയറിയിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി വളരെ മോശമായിട്ടുള്ള ഒരു ഇലക്ഷൻ വിശകലന രീതിയും കള്ള ഡേറ്റയും കള്ളത്തരങ്ങളുമാണ് നിങ്ങൾ പറഞ്ഞത്. ഇത് നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ ഞങ്ങളുടെയും നിങ്ങളുടെയും ഒരു അവകാശമുണ്ട്. ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ, പൗരന്മാർ ഒരുപാട് സിറ്റിസൺസ് എന്നോട് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പറയുന്നു, അവരുടെ പരാതി, സത്യം അറിയാനുള്ള, യാഥാർത്ഥ്യം അറിയാനുള്ള അവരുടെ അവകാശമാണ് നിഷേധിക്കപ്പെടുന്നത്. അത് കേവലം റേറ്റിങ്ങിന് വേണ്ടി നടത്തുന്ന കോമാളിത്തരമായി മാറുമ്പോൾ ആളുകൾ ഒരു കാലഘട്ടത്തിൽ എല്ലാറ്റിനും നിഷേധിച്ചതുപോലെ ചാനലുകളെയും അവർ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ മാറ്റി പോകും. അത് റേറ്റിങ്ങിനെയും ബാധിക്കും.